പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവുമാണ്. അക്കാരണത്താൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോഫാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, 1969 ജൂലൈ 21 പ്രാധാന്യം ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ്. നീൽ ആംസ്ട്രോങ് എന്ന വൈമാനികൻ ചന്ദ്ര ഉപരിതലത്തിൽ എത്തി ഒരു 5-8 സ്റ്റെപ്പുള്ള കോവണി താഴോട്ട് വെച്ചു. അതിലെ അവസാനത്തെ സ്റ്റെപ്പിൽ അദ്ദേഹം കുറേ നേരം അവിടെ നിന്ന ശേഷം ഒരു കാര്യം പറഞ്ഞു. എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, ബട്ട് എ ജയന്റ് ലീപ്പ് ഫോർ ഹ്യൂമാനിറ്റി. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ കാൽവയ്പ്പാണ്. എന്നാൽ മനുഷ്യ കുലത്തെ സംബന്ധിച്ച് ഇതൊരു വൻപിച്ച കുതിച്ചുചാട്ടമാണ്. അന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞ ഈ വാക്ക് വളരെ അർത്ഥവത്തായി ഇന്നത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു. പരിശുദ്ധ അമ്മയിൽ സംഭവിച്ച കാര്യങ്ങൾ മക്കളിലും സംഭവിക്കും. അമ്മയ്ക്ക് അത് നിറവേറിയെങ്കിൽ മക്കൾക്കും അത് നിറവേറും. നീൽ ആംസ്ട്രോങ് പറഞ്ഞു, ഒരു മനുഷ്യൻ ഇന്ന് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്നുവെങ്കിൽ ഇനിയുള്ള കാലം അനേകം പേർക്ക്, അനേകം രാജ്യങ്ങൾക്ക് ഇവിടെ വന്ന് കാലുകുത്താനാവും. പുതിയ ഗവേഷണങ്ങളിലൂടെ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്താനാവും. അത് മനുഷ്യകുലത്തിൻ്റെ തന്നെ പുരോഗതിക്ക് ഒരു കാൽവയ്പ്പാകും. പരിശുദ്ധ അമ്മയിൽ നിറവേറിയ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളിലും നിറവേറും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ട് ദൈവം യേശുവിൻ്റെ മാതാവായ മറിയത്തെ ഇതുപോലെയുള്ള അത്യുന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി?
അതിൻ്റെ യുക്തി എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പാട്ടുകളുടെ പാട്ട് അല്ലെങ്കിൽ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൽ 8-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്തുവാൻ ആവില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. ലവ് ഈസ് സ്ട്രോങ് ആസ് ഡെത്ത്. ചില വിവർത്തനങ്ങളിൽ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത് എന്ന് കണ്ടിട്ടുണ്ട്. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. 1 കൊരിന്ത്യർ 13:8 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഗീതം. അതിൽ പറയുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. മരണം ഒന്നുമല്ല, അത് നിത്യജീവനിലേക്കുള്ള ഒരു കവാടമാണ്. അതുകൊണ്ട് സ്നേഹം എന്താണ് എന്ന് നമ്മൾ അറിയുന്നത് യഥാർത്ഥത്തിൽ നിത്യതയിൽ മാത്രമാണ്. യേശു തൻ്റെ മാതാവിനെ സ്വർഗീയമായ മഹത്വത്തിലേക്ക് ആത്മാവോടും ശരീരത്തോടും കൂടി എടുത്തപ്പോൾ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള ആ വേദഭാഗമാണ് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കുന്നത്. 3 ആണികളിന്മേൽ അതിദാരുണമായ സഹനത്തിൻ്റെ നടുവിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോഴും കർത്താവ് തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്മയുടെ ഭാവി കാര്യങ്ങൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തി. തൻ്റെ അരുമശിഷ്യനായിരുന്ന യോഹന്നാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് യോഹന്നാന് മാത്രം ഉണ്ടായ ഒരു ഭാഗ്യമല്ല, ദൈവപുത്രൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാൻ. അത് എല്ലാ വിശ്വാസികൾക്കും ദൈവം കൊടുത്തിട്ടുള്ള, യേശു കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പദവിയാണ്. യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ് എന്നുള്ളത്. രണ്ടാമത്തെ യുക്തി എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫിലിപ്പിയർ ലേഖനം 3:21 കിടപ്പുണ്ട്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. രോഗവും മരണവും വിശപ്പും ക്ഷീണവും ഒക്കെയുള്ള നമ്മുടെ ദുർബല ശരീരം, ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുവാൻ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുന്ന ശക്തി വഴി കർത്താവിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോപണത്തിൽ വിശ്വസിക്കുന്നത്. നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസത്തിൻ്റെ പല പ്രമാണങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും അവസാനത്തെ പ്രമാണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉത്ഥാനമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്കരുടെ കോട്ട എന്നറിയപ്പെടുന്ന തെക്കൻ ജർമ്മനിയിലെ ബവേറിയ സ്റ്റേറ്റിൽ ഉയർപ്പ് ദിവസം ഒരു പോൾ നടത്തി, അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി. 2 ചോദ്യങ്ങളേ ഉള്ളൂ. യേശു ക്രിസ്തു ഉയർത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഒരിക്കൽ ഉയർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതിൽ 70% പേരും പറഞ്ഞു യേശു ഉയർത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ
ഞങ്ങൾ ഒരിക്കൽ ശരീരത്തോടും ആത്മാവോടും കൂടി ഉയർക്കും എന്ന് ഞങ്ങൾക്ക് തീരുമാനമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമില്ല. കത്തോലിക്ക കോട്ടയിലാണ് ഈ സർവേ നടന്നെന്ന് വിചാരിക്കുക. നമ്മളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ ഉത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനമാണ്. മൂന്നാമത്തെ നമ്മുടെ ചിന്ത പോകുന്നത് പരിശുദ്ധ കന്യകമറിയത്തെ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിലെ പിതാക്കന്മാർ വിളിക്കുന്നത് വാഗ്ദാന പേടകമെന്നാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. 10 കൽപ്പനകൾ അടങ്ങുന്ന 2 കൽപ്പലകകൾ, അഹറോന്റെ തളർത്ത വടി, ഒരു പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന മന്ന, ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഈ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ ഒരു ആവാസത്തിന് നിമിത്തമായി. ഈ വാഗ്ദാന പേടകം എവിടൊക്കെ സഞ്ചരിച്ചാലും അവിടെ ദൈവം കൂടെ സഞ്ചരിക്കുന്നു എന്ന് ഇസ്രായേലിന് തോന്നി. ഈ വാഗ്ദാന പേടകം ഫിലിസ്തീർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇസ്രായേലിൽ ഇല്ലാതായി എന്ന് പല വിധേന അവർ മനസ്സിലാക്കി. അപ്പോൾ വാഗ്ദാന നാട്ടിലേക്ക് നടന്നു നീങ്ങുന്ന വിശ്വാസികളുടെ ഗണത്തിന്, തീർത്ഥാടക സഭയ്ക്ക് ഈ വാഗ്ദാന പേടകം പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം പോലെയാണ് എന്ന് പിതാക്കന്മാർ മനസ്സിലാക്കി. നമുക്കറിയാം, ഫിലിസ്തീയർ ഈ വാഗ്ദാന പേടകത്തിൻ്റെ ശക്തി മനസ്സിലാക്കി അത് യുദ്ധത്തിൽ ഇസ്രായേൽക്കാരെ തോൽപ്പിച്ച് അവർ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി. എങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് അനേകം ശിക്ഷകൾ ലഭിച്ചു. ഈ ശിക്ഷ ലഭിച്ചത് മാത്രമല്ല, അവരത് അവരുടെ ദേവൻ്റെ അമ്പലത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ആ രാത്രിയിൽ തന്നെ അവരുടെ ദേവൻ തലകുത്തി താഴെ വീണു, കഴുത്തൊടിഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൻ്റെ അത്ഭുതകരമായ അല്ലെങ്കിൽ മാന്ത്രികമായ ശക്തിയിൽ പുറജാതികൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നു. അവസാനം ഫിലിസ്തീയർ വാഗ്ദാന പേടകത്തിൽ നിന്ന് ലഭിച്ച ശിക്ഷകൾ കാരണം, രോഗങ്ങൾ കാരണം, വ്രണങ്ങൾ ഒക്കെ വന്നത് കാരണം അവരൊരു കാളവണ്ടിയിൽ കയറ്റി വാഗ്ദാന പേടകം ഇസ്രായേൽ പാളയത്തിലേക്ക് അടിച്ചുവിട്ടു. ഇസ്രായേൽക്കാർക്ക് അത്ഭുതമായി. അവരത് ആഘോഷമായി സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു കാളവണ്ടിയിലാണ് വാഗ്ദാന പേടകം കൊണ്ടുപോയത്. ഒരു മെതിക്കളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കാള വിരണ്ടത് കാരണം വാഗ്ദാന പേടകം ഒരു വശത്തേക്ക് മറിയുന്ന ഭാവം ഉണ്ടായപ്പോൾ അതിൻ്റെ പുറകിൽ കാളയെ തെളിച്ചു പോയിരുന്ന ഊസ എന്ന ചെറുപ്പക്കാരൻ ചാടിപ്പിടിച്ചു വാഗ്ദാന പേടകം താഴെ പോകാതിരിപ്പാൻ. പക്ഷേ പുരോഹിതന്മാർക്ക് മാത്രമേ ഈ വാഗ്ദാന പേടകത്തിൽ തൊടാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വഹിക്കാനും അവർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുരോഹിതനല്ലാത്ത ഊസ വാഗ്ദാന പേടകത്തിൽ തൊട്ടത് കാരണം ആ നിമിഷ നേരം കൊണ്ട് അവൻ മരിച്ചു വീണു. ദാവീദ് അത് കണ്ടപ്പോൾ ദൈവം അനീതിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവൻ ദൈവത്തോട് കോപിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ തൻ്റെ സ്വന്തം തലസ്ഥാനമായ ജെറുസലേമിൽ ഈ വാഗ്ദാന പേടകം കൊണ്ട് വയ്ക്കുവാൻ ദാവീദിന് പേടി തോന്നി എന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹിത്യനായ ഓബദേദോം എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഈ വാഗ്ദാന പേടകം കയറ്റി വെച്ചു. 3 മാസം വാഗ്ദാന പേടകം അവിടെ ഇരുന്നു. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു,
വാഗ്ദാന പേടകം അവിടെ സൂക്ഷിച്ചത് കാരണം ഓബദ് ഏദോമിനെയും കുടുംബത്തെയും ദൈവം വളരെ കാര്യമായി അനുഗ്രഹിച്ചു. ഇത് കേട്ട ദാവീദ് ഇനിയും ധൈര്യം സംഭരിച്ച് നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് ഇത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ആഘോഷമായി വാദ്യമേളങ്ങളോടുകൂടി നൃത്ത സന്നാഹങ്ങളോടുകൂടി എതിരേറ്റ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആഘോഷമായിട്ട് ജെറുസലേമിൽ എത്തിയപ്പോൾ അർത്ഥനഗ്നനായിരുന്ന ദാവീദ് രാജാവ് അനേകം സ്ത്രീകളടങ്ങുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ തുള്ളിച്ചാടുന്നത് കൊട്ടാരത്തിൻ്റെ ജനാലയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടു. അവൾ സാവൂളിൻ്റെ മകളായ മീഖാൽ ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൾ ദാവീദിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നാം വായിക്കുന്നു, ദാവീദ് പറഞ്ഞു, ഞാൻ എത്ര നിന്ദിനായാലും അപഹാസിതനായാലും നിന്റെ കുടുംബത്തേക്കാൾ എന്നെ രാജാവായി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ സർവ്വതും മറന്ന് ഞാൻ നൃത്തം ചെയ്യും. ദാവീദിനെ കുറ്റപ്പെടുത്തിയത് കാരണം മീഖാലിൻ്റെ ഗർഭപാത്രം ദൈവം അടച്ചു കളഞ്ഞു എന്ന് ചില വിവർത്തനങ്ങൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ അവൾ സന്താനരഹിതയായി മാറി. അപ്പോൾ ഒരു വശത്തുകൂടി അനുഗ്രഹം, അതിനെ നിന്ദിച്ചവൾക്ക് ഒരു ശാപം. നമുക്ക് സ്റ്റോറി അവിടെ നിർത്താം. ഈ വാഗ്ദാന പേടകം വീട്ടിൽ കൊണ്ടുപോയ വേറൊരാളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം, ആ നിമിഷം മുതൽ അവളെ അമ്മയായി സ്വീകരിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു എന്നുള്ളത്. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കർത്താവ് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചതുപോലെ നമുക്കും ഈ അമ്മയെ വീട്ടിൽ കൊണ്ടുപോകാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ അവളോടൊപ്പം പാർക്കുക, അവളുടെ വാക്ക് കേൾക്കുക, അവളുടെ മാധ്യസ്ഥം സ്വീകരിക്കുക. അവളെ കുടുംബത്തിൻ്റെ നായികയാക്കി മാറ്റുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുറവുകളെയും അതാത് സമയം മനസ്സിലാക്കി ആരും അപേക്ഷിക്കാതെ തന്നെ അതിലിടപെട്ട് കന്യകമറിയാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ളത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കടന്നു പോകുന്നത് രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും കടക്കണികളുടെയും ആത്മഹത്യകളുടെയും അറുംകൊലകളുടെയും ഒക്കെ ഒരു കാലത്താണ്. ഇതൊക്കെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, മനുഷ്യന് പ്രത്യാശ നഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥ. അതിനാൽ പരിശുദ്ധ കന്യകമറിയം, ഈ ലോകത്തിൽ ഏറ്റവും വിനയാന്വിതയായവൾ, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ, അവളെ ദൈവം ശരീരത്തോടും ആത്മാവോടും കൂടി നിത്യതയിൽ തൻ്റെ മഹത്വത്തിൽ സ്വീകരിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവി ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യാശ നൽകുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം ഈജിപ്തിൽ പിരമിഡുകൾ കാണാൻ പോയിട്ടുണ്ട്. ക്രിസ്തുവിന് 2000-2500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട 500-600 അടിയോളം ഉയരമുള്ള ഈ പിരമിഡുകൾ ഒരു കാര്യം വിളിച്ചോതുന്നു, ഈ പിരമിഡുകൾ എന്തിനു പണിതാണ്? അത് രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ്. ഈ ശവകുടീരങ്ങളിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള മറ്റ് പല ഉപകരണങ്ങളുണ്ട്. ഈ അടക്കപ്പെട്ട ആളോടുകൂടി ഉദാഹരണമായിട്ട് ചെറുവള്ളങ്ങളും തുഴകളും വെച്ചിട്ടുണ്ട്. ധാരാളം
നദികളും പുഴകളും ഒക്കെയുള്ള ഈജിപ്തുകാർ വിചാരിച്ചിരിക്കുന്നത് ഈ പരലോകത്തിലേക്കുള്ള യാത്രയിലും പുഴകൾ കടക്കാനുള്ളത് കൊണ്ട് വള്ളവും തുഴയും ഒക്കെ ആവശ്യമാണ്. കുട്ടകളും കൊയ്ത്ത് ഉപകരണങ്ങളും ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുക? ജീവിതം ഒരു തുടർച്ചയാണ്. ഈ ലോക ജീവിതത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് പരലോക ജീവിതം. താജ്മഹൽ നമുക്കറിയാം, ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ശ്രേഷ്ഠ ഭാര്യയായിരുന്ന മുംതാസിന് വേണ്ടി പണിത അത് ലോക അതിശയങ്ങളിൽ പെട്ടതാണ്. 20,000 കലാകാരന്മാർ വരെ ഒരുമിച്ചിരുന്ന് പണിത കാലമുണ്ട്. ഒരു പ്രസവത്തോടുകൂടി മരിച്ചുപോയ മുംതാസ് അവസാനം ഷാജഹാനോടൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു സ്മാരകം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഉണ്ടാക്കണം. മരണശേഷം 1 വർഷക്കാലം ഈ ചക്രവർത്തി ഏകനായി വേറെ ആരെയും കൂട്ടാതെ ഒരു സ്ഥലത്ത് പോയി തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ദുഃഖത്തിൽ ചെലവഴിച്ചു. 1 വർഷത്തിന് ശേഷമാണ് അയാൾ ഈ താജ്മഹൽ പണിയാനായിട്ട് ആരംഭിച്ചത്. താജ്മഹലിനെ വിളിക്കുന്നത് സ്നേഹത്തിൻ്റെ സ്മാരകം. അത് നിത്യത വരെ നീളുന്ന ഒരു സ്മാരകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിരമിഡുകൾ പോലെ, താജ്മഹൽ പോലെ മരിച്ചവർക്ക് വേണ്ടി പണിതിട്ടുള്ള സ്മാരകങ്ങളല്ല കർത്താവായ യേശു പണിതത്. പിന്നെയോ ഈ തന്നെ പ്രസവിച്ച അമ്മയെ പല ചിത്രങ്ങളിലും കർത്താവ് തന്നെ വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പല ഐക്കൺ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. മറ്റു ചില ചിത്രങ്ങളിൽ ക്രൂബേന്മാരും സ്രോപ്പേന്മാരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ കബറടക്ക സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയ സ്ലീഹന്മാരെല്ലാം അത്ഭുതകരമായി വീണ്ടും ജെറുസലേമിൽ സമ്മേളിച്ചു എന്ന് ശൂനോയ പെരുന്നാളിൻ്റെ പ്രമേൻ സദറായിൽ നാം വായിക്കുന്നു. നമുക്ക് പറയാനുള്ളത്, മാതാവേ നീ ഭാഗ്യവതിയാകും. കർത്താവ് അരുളി ചെയ്തവ വിശ്വസിച്ചതുകൊണ്ട് നീ ഭാഗ്യവതിയായി എങ്കിൽ നിന്റെ ഭാഗ്യത്തിൽ ഞങ്ങളും പങ്കുചേരുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നായിരിക്കണം നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇപ്പോൾ 74 വർഷം പൂർത്തിയാകും. ഈ സന്ദർഭത്തിൽ ലോകത്തിലെ ഏറ്റവും ജനാധിപത്യമുള്ള രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ജനാധിപത്യം എങ്ങോട്ട്? ഇന്ത്യയുടെ ഇതുവരെയുള്ള ബഹുസ്വരത, യൂണിറ്റി ഇൻ മൾട്ടിപ്ലിസിറ്റി എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഈ നാട്ടിൽ പല മതങ്ങളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്, അഭിരുചികളുണ്ട്, ജൈവ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യമാണ് ഭാരതത്തിൻ്റെ മനോഹാരിത. ഇവിടെ ഭീകരവാദം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമാണ്. നിതാന്തമായ ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന് നാം കൊടുക്കുന്ന വില എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ജാഗരൂകരായിരിക്കണം. ഈ ഇന്ത്യയുടെ ഈ മഹത്തായ സംസ്കാരവും ഈ സ്വാതന്ത്ര്യ ബോധവും ഈ ബഹുസ്വരതയും
എന്നും നിരന്തരം നിലനിൽക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എല്ലാം അറിയുന്നു, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നു. ആ അമ്മയുടെ മാധ്യസ്ഥനായിട്ട് ഭാരതത്തെ നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.